വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റ് ഡേറ്റ ടൈപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഈ ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ബേസിക് ഡേറ്റ ടൈപ്സിലാണത് ഒരെണ്ണമാണ് ഇൻറ്റ് ഡേറ്റ ടൈപ്പ്. ഇതല്ലാതെ ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ഒക്കെ ഉണ്ട്. അത് നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഇൻറ്റ് ഡേറ്റ ടൈപ്പിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴെങ്കിലും ഇന്റിജർ വാല്യൂസിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇന്റിജർ വാല്യൂസിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേരിയബിളിനെ ഇൻറ്റ് ഡേറ്റ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റിജർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ്, ഓക്കെ, -1 തൊട്ടിട്ട് ലെഫ്റ്റിലേക്ക് ഇൻഫിനിറ്റി വരെ ഉണ്ടാകും. പിന്നെ നമ്മുടെ 0, പിന്നെ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റിജർ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഈ ഇന്റിജർ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ വേരിയബിളിൽ നമ്മൾ ഇൻറ്റ് ഡേറ്റ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്തത്. നമ്മൾ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ചെക്ക് ഈവൻ ഓർ ഓഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മളൊരു നമ്പർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഈവൻ ആണോ ഓടാണോ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പൊ ഇവിടെ നമുക്കൊരു നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കണം. ആ നമ്പറിന്റെ ഡേറ്റ ടൈപ്പ് നിങ്ങൾ എന്തായിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്തത്? നമ്മൾ ഈവന്റിന്റെ ഓൾറെഡി ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഇന്റിജർ നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഇന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ആ നമ്പറിനെ ഡിക്ലെയർ ചെയ്തത് ഇന്റിജർ വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കൗണ്ട് എടുക്കണം, എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളൊരു കൗണ്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇന്ന് വന്ന കുട്ടികളുടെ കൗണ്ട് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിള്, ആ വേരിയബിളിലേക്ക് നമുക്ക് എന്തൊക്കെ വാല്യൂസ് വരാം? 0 വരാം, 1 വരാം, 2 വരാം, അപ് ടു അങ്ങോട്ട് എത്ര വേണമെങ്കിലും വരാം. ഒരു ക്ലാസ്സിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഒരു മാക്സിമം കാണാം. അപ്പൊ നമുക്ക് 0 തൊട്ടിട്ട് ആ മാക്സിമം ലിമിറ്റിൽ എത്ര വേണമെങ്കിലും വാല്യൂസ് വരാം. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ വാല്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സൈസ് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഇന്റിജർ വാല്യൂന്റെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റിജർ വേരിയബിൾ നമുക്ക് മെമ്മറിയിലുള്ള സൈസ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ചില മെഷീനിൽ അത് 2 ബൈറ്റ്സ് ആയിരിക്കും, ചില മെഷീനിൽ അത് 4 ബൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ മെമ്മറി എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബൈറ്റ്സിന്റെ കേസ് ആണ്. ഇത് ഓരോ ബോക്സ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ബൈറ്റ്സിന്റെ കേസിൽ ഇത്രയും സ്പേസ് ആയിരിക്കും നമുക്ക് ഈ ഇന്റിജർ വേരിയബിളിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 4 ബൈറ്റ്സിന്റെ കേസിൽ നമുക്ക് ഇത്ര 4 ബോക്സസും ഈ ഇന്റിജർ വേരിയബിൾസിന് വേണ്ടിയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രയും കൂടി കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ബാഗിന്റെ കേസ് കൺസിഡർ ചെയ്താൽ ഇത് 2 ബൈറ്റ്സിന്റെ ചെറിയ ബാഗ്, 4 ബൈറ്റ്സ് ആയപ്പോൾ കുറച്ചും കൂടി സൈസ് കൂടി. അപ്പൊ നിങ്ങൾക്ക് ഈ ബാഗിനകത്ത് നിങ്ങൾക്ക് 5 ബുക്കാണ് വെക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ വലിയ ബാഗിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 10 ബുക്ക് വെക്കാൻ പറ്റുമായിരിക്കും. അതാണ് ഡിഫറൻസ്. സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രയും കൂടി കൂടുതൽ എലമെന്റ്സിന് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി ഞാൻ 2 ബൈറ്റ്സ് എന്ന് പറഞ്ഞു. അതിൽ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റ്സിനെയാണ് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 16 ബിറ്റ്സ്. അതുപോലെ 4 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 ബിറ്റ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഡേറ്റ ടൈപ്പിന്റെ ഒക്കെ സൈസ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, എന്റെ മെഷീനില് എത്രയായിരിക്കും ഈ ഒരു ഡേറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പറേറ്റർ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സൈസ് ഓഫ് ഓപ്പറേറ്ററില് എനിക്ക് ഇന്ത്യന്റെ സൈസ് ആണ് കാണുന്നത്, എന്റെ മെഷീനില് ഇന്ത്യയുടെ എത്ര സൈസ് ആണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈസ് ഓഫ് ഓപ്പറേറ്ററിൽ എന്റെ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഈ ഇന്റിജർ ഡേറ്റ ടൈപ്പിന് എന്റെ മെഷീനിലുള്ള സൈസ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ സൈസ് ഓഫ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. നിങ്ങൾ ഈ പാരാന്തസിസ് കാണുമ്പോൾ ഇത് നിങ്ങൾ ഫംഗ്ഷൻ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. ഓക്കെ, യൂണറി എന്ന് പറയാൻ നമ്മൾ കാര്യം ഇവിടെ നമ്മൾ ഒരു ഓപ്പറേറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇത് നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈസ് പറഞ്ഞു. ഇനി നമുക്ക് റേഞ്ച് പറയണം. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. നമ്മൾ ഈ നമ്മളുടെ ഇന്റിജർ വാല്യൂ എന്ന് പറയുമ്പോൾ -∞ തൊട്ടിട്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ അത്രയും വാല്യൂസിനെ, ഫുൾ വാല്യൂസിനെ നമുക്ക് നമ്മളുടെ മെമ്മറിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പെർട്ടിക്കുലർ ഒരു ലിമിറ്റ്
ഉണ്ട്, ലോവർ ലിമിറ്റും ഉണ്ട്, അപ്പർ ലിമിറ്റും ഉണ്ട്. ആ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് നമ്മുടെ സൈസിനനുസരിച്ചിരിക്കും. ഇപ്പൊ 2 ബൈറ്റ്സിൽ ഇത്രയായിരുന്നു സൈസ് എന്നുണ്ടെങ്കിൽ 4 ബൈറ്റ്സിൽ നമുക്ക് കുറച്ചും കൂടി റേഞ്ചിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ ഓരോ ഇവന്റിന്റെ പ്രോഗ്രാം പറഞ്ഞു. അതിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റിജർ നമ്പർ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകാം. മൈനസ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ പോസിറ്റീവ് നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കൗണ്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇന്നത്തെ കുട്ടികളുടെ കൗണ്ട് ആണ് എനിക്ക് എടുക്കേണ്ടത്. അവിടെ നമുക്ക് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് വേണ്ട, പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പം ഇവിടുത്തെ കേസിൽ എന്താണ് നമ്മുടെ റേഞ്ചിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് 0 വെച്ച് തുടങ്ങും. 0 വെച്ചിട്ട് എന്റെ ക്ലാസ്സിലെ മാക്സിമം സ്റ്റുഡന്റിന്റെ ക്ലാസ്സിലൊക്കെ ടോട്ടൽ കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ഇവ 63 ആണെന്നുണ്ടെങ്കിൽ എന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ടിട്ട് 63 വരെ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് എക്സാമ്പിളിൽ ഒരു കാര്യം മനസ്സിലായി. ചിലപ്പോൾ നമുക്ക് ഇന്റിജർ എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്യേണ്ടി വരും. പക്ഷെ ചില കേസിൽ നമുക്ക് അവിടെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം മതി. നമുക്കിവിടെ നെഗറ്റീവ് നമ്പേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ട് വെറുതെ സ്പേസ് കണ്ടു നമുക്ക് ആ നെഗറ്റീവ് നമ്പേഴ്സിന് സ്റ്റോർ ചെയ്യാനുള്ള അത്രയും സ്പേസ് കൂടി നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ചില കേസിൽ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ക്വാളിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സിയില്. അൺസൈൻഡ് എന്ന് പറയുന്നതും സൈൻഡ് എന്ന് പറയുന്നതും. ഈ അൺസൈൻഡ് എന്ന് പറഞ്ഞ ക്വാളിഫയറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കൗണ്ടിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വെറും ഇഞ്ച് കൗണ്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ അൺസൈൻഡ് കൗണ്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. കാര്യം എനിക്ക് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വേണ്ട. അപ്പൊ ഞാൻ അൺസൈഡ് ഇഞ്ച് കൗണ്ട് എന്ന് പറഞ്ഞ് ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇന്റിജർ വാല്യൂ. ഇപ്പൊ എനിക്ക് 10 വരെ ആയിരുന്നു വെറും ഇഞ്ച് കൗണ്ട് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അൺസൈഡ് എന്ന് കൊടുക്കുമ്പോൾ അത് എനിക്ക് 20 വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇനി ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ അൺസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 0യും പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ അൺസൈഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര റേഞ്ച് ഉണ്ടെന്ന് നോക്കാം. അത് നമ്മളുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അൺസൈഡിന്റെ കേസിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് 2n-1. ഓക്കെ, 2n-1 ആണ് നമുക്ക് അപ്പർ ലിമിറ്റ് കാണാനുള്ള ഫോർമുല. ഇവിടെ n എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 16 ബിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ 2 ബൈറ്റ്സ് മെഷീന്റെ കേസില് നമുക്ക് അൺസൈൻഡ് ആയിട്ടാണ് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 65535 ആയിരിക്കും. ഈ 65535 പറഞ്ഞത് എവിടുന്നാണ്? 2⁻16-1 ഇതിന്റെ വാല്യൂ ആണ് ഈ 65535 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കേസിൽ 2 ബൈറ്റ്സിന്റെ കേസിൽ നമുക്ക് 0 എന്ന് പറയുന്ന നമ്പർ തൊട്ടിട്ട് 65535 എന്ന് പറയുന്ന വാല്യൂ വരെ നമുക്ക് മെഷീനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് നമുക്ക് ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്ക് 0 തൊട്ട് 1, 2, 3 അപ് ടു 65535 എന്ന് പറയുന്ന വാല്യൂ വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് അൺസൈൻഡിന്റെ കേസ്. ഇനി അടുത്തത് നമ്മൾ സൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യണം? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാളിഫയർ ആണ് സൈൻഡ് എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആയിട്ട് നമ്മളുടെ ഇന്റ് എന്ന് പറയുന്നത് സൈൻഡ് തന്നെയാണ്. ഡീഫോൾട്ട് ആയിട്ട് നമ്മളൊരു ഇന്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും ഇന്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും സൈൻഡ് ഇന്റ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇത് രണ്ടെന്ന് പറയുന്നത് ഈക്വൽ ആണ്. കാരണം ഡീഫോൾട്ട് ആയിട്ട് ഇഞ്ചില് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പോസിറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് പിന്നീട് എക്സ്പ്ലിസിറ്റ്ലി സൈൻഡ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡീഫോൾട്ട് ആയിട്ട് അത് ഇൻഡെന്ന് പറയുന്നത് സൈൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡെന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്താലോ സൈൻഡ് ഇൻഡെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താലോ നമുക്ക് ഇതിൽ നെഗറ്റീവ് നമ്പേഴ്സും ഹോൾഡ് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് നമ്പേഴ്സും ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് ഇനി ഒരു ലോവർ ലിമിറ്റും വേണം, ഇതിന് അപ്പർ ലിമിറ്റും വേണം, ഇതിന്റെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് -2n-1 to 2n-1 - 1.
ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ കൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇന്ത്യൻ പറഞ്ഞ ഡേറ്റ ടൈപ്പ് പറഞ്ഞത് ബേസിക് ഡേറ്റ ടൈപ്പ് ആണ് സിയിലെ. പിന്നെ ഈ ഇന്ത്യൻ പറഞ്ഞ ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇൻഡിജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇന്ത്യ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സൈസ് വേണം, നമുക്ക് എത്രമാത്രം വാല്യൂസ്, നമ്മൾ ഇൻഡിജർ വാല്യൂസ് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. പക്ഷെ നമുക്ക് അത്രയും കൂടി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഓരോ മെഷീനിലും ഈ ഓരോ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിന് ഒരു സ്പെസിഫിക് സൈസ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ മെഷീനിൽ ഉള്ള സൈസ് ആയിരിക്കും നിങ്ങളുടെ മെഷീനിൽ. ഓക്കെ, ചില മെഷീനിൽ എന്ന് പറയുന്നത് ഇന്ത്യ ഡേറ്റ ടൈപ്പിന്റെ സൈസ് 2 bytes ആയിരിക്കും. 2 bytes മീൻസ് 16 bits ആയിരിക്കും. ചില മെഷീനിൽ ഇന്ത്യ ഡേറ്റ ടൈപ്പിന് 4 bytes ആയിരിക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 4 bytes മീൻസ് 32 bits ആയിരിക്കും. അതെന്ന് പറയുന്നത് മെഷീനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മെഷീനിലെ ഓരോ ഡേറ്റ ടൈപ്പിന്റെ സൈസ് അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിയിലുള്ള ഒരു യൂണറി ഓപ്പറേറ്റർ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇനി അടുത്ത് നമ്മൾ സൈസ് പറഞ്ഞു. ഇനി നമുക്ക് റേഞ്ച് പറയണം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റിജർ ഡേറ്റ ടൈപ്പിലേക്ക് ആ പെർട്ടിക്കുലർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മിനിമം തൊട്ടിട്ട് മാക്സിമം റേഞ്ച്. ഓക്കെ, അതാണ് ഇവിടെ റേഞ്ച് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പൊ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഡേറ്റ ടൈപ്പിൽ നെഗറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്യണം, പോസിറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈവൻ ഓർ ഓഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കേസിൽ നമുക്ക് അവിടെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും കൺസിഡർ ചെയ്യണം. പക്ഷെ നമുക്കിപ്പോ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ കൗണ്ട് എടുക്കേണ്ട കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവിന്റെ കേസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കൗണ്ടിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. നമുക്ക് 0 തൊട്ടിട്ട് അപ് ടു മാക്സിമം വരെ ആയിരിക്കും നമുക്ക് ക്ലാസ് കൗണ്ടിന്റെ കേസിൽ വേണ്ടത്. കൗണ്ടിന്റെ കേസിൽ എന്താണ് ആ പെർട്ടിക്കുലർ വേരിയബിളിന്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ വേരിയബിളിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എന്താണ് വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത്തരത്തിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ക്വാളിഫയേഴ്സ് ആണ് അൺസൈൻഡ് എന്ന് പറയുന്നതും സൈൻഡ് എന്ന് പറയുന്നത്. നമ്മളൊരു വേരിയബിളിനെ അൺസൈൻഡ് എന്ന് കൂടി വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം അൺസൈൻഡ് ഇന്ത്യ കൗണ്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളില് പോസിറ്റീവ് ഇന്റിജർ വാല്യൂസിന് മാത്രമായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. 0യും പോസിറ്റീവ് ഇന്റിജർ വാല്യൂസിനായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അൺസൈൻഡിന്റെ കേസിൽ ഇതിന്റെ മാക്സിമം റേഞ്ച് നമുക്ക് ലോവർ ലിമിറ്റ് നമുക്ക് കിട്ടി 0 ആണ് നമുക്കറിയാം. കാര്യം 0യും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അൺസൈൻഡിന്റെ കേസിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ലോവർ ലിമിറ്റ് 0 ആണെന്നറിയാം. ഇനി മാക്സിമം എത്ര ഇന്റിജർ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2n - 1. 2 bytes മെഷീന്റെ കേസിൽ അപ്പം ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളില് 0 എന്ന് പറയുന്ന വാല്യൂ തൊട്ടിട്ട് നമുക്ക് 65535 എന്ന് പറയുന്ന വാല്യൂ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. 0, 1, 2, 3 അപ് ടു 65535 എന്ന് പറയുന്ന വാല്യൂ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഞാനിവിടെ അൺസൈൻഡ് അല്ല സൈൻഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഡിക്ലെയർ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളില് നെഗറ്റീവ് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം, പോസിറ്റീവ് വാല്യൂസും സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിനൊരു ലോവർ ലിമിറ്റ് വേണം, അപ്പർ ലിമിറ്റ് വേണം. അതിനുള്ള ഇക്വേഷൻ ആണ് -2n - 1 to +2n - 1 എന്നുള്ളത്. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് 2 bytesന്റെ കേസിൽ 16 ആയിരിക്കും, 4 bytesന്റെ കേസിൽ അത് 32 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -32768 ഉം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് +32767 ആയിരിക്കും. അപ്പം ഇത്ര തൊട്ടിട്ട് ഇത്ര വരെയുള്ള വാല്യൂസിനെ നമുക്ക് ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴും ഇങ്ങനെ മാത്രമല്ലേ ഡിക്ലെയർ ചെയ്യാറുള്ളൂ, ഇന്ത്യ നമ്മൾ മാത്രമല്ലേ ഡിക്ലെയർ ചെയ്യാറുള്ളൂ. ഡീഫോൾട്ട് ആയിട്ട് ഇന്ത്യ നമ്മൾ പറയുന്നത് സൈൻഡ് ഇന്ത്യ നമ്മളോട് ഈക്വൽ ആണ്.